ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിന്റെ പാസ്പോർട്ട് SIT പിടിച്ചെടുത്തു. വീട്ടിൽ നടന്ന റെയ്ഡിലാണ് പാസ്പോർട്ട് കണ്ടെത്തിയത്. പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആസ്തികളിലും പരിശോധന നടക്കുന്നുണ്ട്. ഇരുവരുടെയും ആദായ നികുതി വിവരങ്ങൾ, രേഖകളൊക്കെ പിടിച്ചെടുത്തിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശയാത്രയിൽ ഈ പത്മകുമാർ ഒപ്പം പോയിരുന്നോ എന്നും അന്വേഷണ സംഘം കൃത്യമായി പരിശോധിച്ചു വരികയാണ്. അന്വേഷണം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു അനന്തൻ. വളരെ സൂക്ഷ്മമായ പരിശോധനകൾ നടക്കുന്നു. ഇങ്ങനെയൊക്കെ കട്ടുമുടിക്കാമെങ്കിൽ ആ പണം എവിടെയൊക്കെ സമ്പാദിച്ചിട്ടുണ്ടാകുമെന്നൊക്കെ അന്വേഷണം നടക്കണം. സ്വത്തുക്കൾ ഉണ്ടാകാം, കെട്ടിടങ്ങൾ ഉണ്ടാകാം. ഏതൊക്കെ വിധത്തിലാണ് ഈ പണം കൊണ്ടുപോയി നിക്ഷേപിച്ചതെന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ. ഇതുവരെ കണ്ടെത്തിയ രേഖകളിൽ അക്കാര്യങ്ങൾ തെളിയിക്കുന്ന എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇന്നോ നാളെയായിട്ട് കൂടുതൽ പരിശോധനകളോ റെയ്ഡോ നടക്കുന്നുണ്ടോ? ദിവിഷ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം പത്മകുമാർ, പോറ്റി എന്നിവരുടെ ബന്ധം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടക്കുകയാണ്. അതിൽ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഇടപാടുകൾ, അത് ഏകദേശം അതുമായി ബന്ധപ്പെട്ട കുറേ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു എന്നുള്ള കാര്യവും ഈ 2019 ദേവസ്വം പ്രസിഡന്റായിട്ട് പത്മകുമാർ ഇരിക്കുന്ന സമയത്ത് ബന്ധമുണ്ടായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പത്മകുമാറിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. അതിൽ പ്രത്യേകിച്ചും പത്മകുമാറിന് ലഭിച്ച സാമ്പത്തിക നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വിശദമായി പരിശോധിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പത്മകുമാറിന്റെ ആദായ നികുതി വിവരങ്ങൾ, അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട രേഖകൾ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. അത് പത്മകുമാറിന്റെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ആദായ നികുതി വിവരങ്ങൾ SIT ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 2019 മുമ്പും ശേഷവുമുള്ള ഭൂമി പ്രമാണങ്ങളും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഭൂമി ഇടപാടുകൾ പോറ്റിയുമായി ചേർന്ന് പത്മകുമാർ നടത്തി എന്നുള്ള വിവരം SITക്ക് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട രേഖകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശയാത്ര അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതിൽ ഫ്രാൻസ്, അതുപോലെ തന്നെ ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ആരൊക്കെ സഞ്ചരിച്ചിരുന്നു എന്നുള്ള കാര്യം SIT അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പത്മകുമാറിന്റെ പാസ്പോർട്ട് കസ്റ്റഡിയിൽ എടുത്തതും അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം അത് ഏത് രീതിയിലാണ് എന്നതാണ്. കാരണം ഈ ഗൂഢാലോചനയുടെ ദേവസ്വം ബോർഡിലെ മുഖ്യ ആസൂത്രകനായി പത്മകുമാറിനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു, എങ്ങനെയാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായത്, ഇത് എത്രത്തോളം പണം ഇവർക്ക് ലഭിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം ഇപ്പോൾ വഴിമാറുന്നത്. ഏതായാലും ഇപ്പോൾ ഈ അന്വേഷണത്തിൽ പ്രധാനമായും 2 FIRകളാണുള്ളത്. അതിൽ ഒരു FIRലുള്ള അന്വേഷണമാണ് ഈ നടക്കുന്നത്. അതായത് കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇനി ദ്വാരപാലക പാളികൾ എടുത്തുകൊണ്ടുപോയ കേസും ഒരു രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതും നടക്കുന്നത് ഇതേ ബോർഡിന്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ പത്മകുമാറിനെ ആ കേസിൽ കൂടി അറസ്റ്റ് ചെയ്യുന്ന കാര്യം അന്വേഷണ സംഘം ഇപ്പോൾ പരിഗണിക്കുകയാണ്. അതിലെന്താണ് നിലവിൽ ആ FIRൽ 2019 ബോർഡിനെ പ്രതി ചേർത്തിട്ടില്ല. കട്ടളപ്പാളി കൊണ്ടുപോയ കേസിൽ മാത്രമാണ് ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിരിക്കുന്നത്. കട്ടളപ്പാളിയാണ് ആദ്യം എടുത്തുകൊണ്ട് പോകുന്നത്, അതിനുശേഷമാണ് ദ്വാരപാലക പാളികൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇനി ദ്വാരപാലക പാളികളിൽ കൂടി പത്മകുമാറിനെയും ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതി ചേർക്കണമോ എന്നുള്ള കാര്യത്തിൽ കൂടി തീരുമാനമെടുക്കുക. അതിപ്പോൾ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലിന് ശേഷമാകും. അപ്പോൾ അന്വേഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക്, പ്രധാന പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് പത്മകുമാറിന്റെ ബാങ്ക് രേഖകൾ, ആദായ നികുതി റിട്ടേണുമായി ബന്ധപ്പെട്ട രേഖകൾ, വരവിൽ കവിഞ്ഞ സ്വത്ത് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പല ചുമതലകളും ഒക്കെ വഹിച്ചാണ്. ഇങ്ങനെയൊക്കെ ശബരിമലയെ വെച്ചുകൊണ്ട് ഇങ്ങനെ കള്ളത്തരം കാണിക്കാമെങ്കിൽ ഏതൊക്കെ വിധത്തിൽ സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ടാകുമെന്ന് കണ്ടറിഞ്ഞേ മതിയാകും. എന്തായാലും ആ രേഖകളിലൊക്കെ അതിന് മാത്രമുള്ള തെളിവുകൾ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. ഒപ്പം ഈ നമുക്കറിയാം, ഈ വിവാദങ്ങളുടെ തുടക്കം മുതൽ ഇങ്ങോട്ട് പലപ്പോഴും പത്മകുമാറിന്റെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു. പോറ്റി എന്ന ആളെക്കുറിച്ച് അത്ര വലിയൊരു ആത്മബന്ധമൊന്നും ഇല്ലാത്ത ആൾ എന്ന നിലയ്ക്ക് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ 5-6 വർഷം ഇത്രയും വലിയ ഇടപാടുകൾ നടത്തണമെങ്കിൽ ഇവർ തമ്മിൽ എത്ര വലിയ ധാരണകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ പ്ലാനിങ് കൂടിയായിരിക്കാം. അപ്പോൾ ഈ പോറ്റീനെയും പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? എപ്പോഴത്തേക്കാണ് ഈ കസ്റ്റഡി അപേക്ഷ മൂവ് ചെയ്യുന്നത്? ആ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയും വെവ്വേറെ ഇരുത്തിയുമുള്ള ചോദ്യം ചെയ്യൽ ഇതിന്റെ ഏകദേശം കലങ്ങി തെളിയുമെന്ന് കരുതാം, അല്ലേ? ദിവിഷ, പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത് ഒരുപക്ഷെ നാളെ കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള വിവരമാണ് ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ റെയ്ഡ് അടക്കമുള്ള പരിശോധനകൾ നടക്കുന്നത്. അപ്പോൾ കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷം പത്മകുമാറിനെ ചോദ്യം ചെയ്യാനായിട്ട് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തെളിവ് ശേഖരണങ്ങളും, അതായത് ഈ കട്ടളപ്പാളി കൊണ്ടുപോയ വഴികൾ, അത് പൂജിച്ച സ്ഥലങ്ങളൊക്കെ, അതുമായി ഇടപെട്ട ആൾക്കാരെയൊക്കെ കണ്ട് മൊഴികൾ എടുക്കുന്നതും ഒക്കെയുള്ള നടപടികൾ നടക്കുന്നുണ്ട്.
അപ്പോൾ ഇതിന് സമാന്തരമായിട്ടാണ് ദ്വാരപാലക പാളികളിലും അന്വേഷണം വേണ്ടത്. അതായത് ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണം എടുത്തുകൊണ്ടുപോയി അത് തട്ടിയെടുത്തു എന്നുള്ള കേസാണ്. അത് 2 FIRലാണ്. അതുപോലെ വാതിലിൻ്റെ ഒരു കേസ് വേറെയുമുണ്ട്. അപ്പോൾ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇതിൽ പ്രധാന സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു അവസരം വന്നപ്പോൾ എടുത്തുകൊണ്ട് പോയതല്ല എന്നുള്ളത് SITക്ക് വ്യക്തമാണ്. കൃത്യമായൊരു ആസൂത്രണം അതിന് നടന്നിട്ടുണ്ട്. ആ ആസൂത്രണം നടത്തിയ ശക്തികൾ ആരാണ് എന്നാണ് ഇനി SITക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ സ്വർണം ഉരുക്കി വിറ്റു എന്നുള്ളതൊന്നും SIT മുഖവിലേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് എവിടെയോ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അത് ഇരിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അത് മറ്റൊരു മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വീണ്ടെടുക്കേണ്ട ബാധ്യത SITക്കുണ്ട്. അങ്ങനെ വീണ്ടെടുത്ത് തരണം എന്നുള്ളതാണ് ദേവസ്വം കമ്മീഷൻ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIRകളൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വിപുലമായ ഒരു അന്വേഷണത്തിലേക്കാണ് അടുത്ത സ്റ്റേജ് പോകാൻ പോകുന്നത്. അതിനു മുൻപ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ ബന്ധപ്പെട്ട ഹോംവർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുകളിൽ ആളുണ്ട് എന്ന് തന്നെയാണ് SIT കരുതുന്നത്. അവരുടെ ആ ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ കൊള്ള മുഴുവൻ നടന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ 2019 തുടർന്ന് വന്നതും 2025 ദേവസ്വം ബോർഡുകളെയൊക്കെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള മറ്റ് ശക്തികൾ എന്താണ് എന്നുള്ളത് ചോദ്യചിഹ്നമായി അവശേഷിക്കും. പിന്നീട് കോടതിയിൽ നിയമപരമായി നിൽക്കുന്ന രീതിയിൽ തെളിവുകൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഈ വലിയ നിലവിൽ പത്മകുമാറിന് മുൻപ് പിടിയിലായിട്ടോ മുരാരി ബാബു അടക്കമുള്ളവരൊക്കെ അവരുടെയൊക്കെ ചോദ്യം ചെയ്യുന്ന കൃത്യമായി പത്മകുമാറിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഇവരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത് ചെയ്തു എന്ന നിലയിൽ മാപ്പുസാക്ഷി എന്ന നിലയിലേക്കൊക്കെ മാറാനുള്ള സാധ്യതകളുണ്ടോ? ഈ സാക്ഷികൾ മാപ്പുസാക്ഷികൾ ഒക്കെ ഉള്ള കാര്യങ്ങളിൽ ഇനിയാണ് തീരുമാനമെടുക്കേണ്ടത്. അതൊരു കുറ്റപത്രത്തിന്റെ സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിന് മാത്രമല്ല ഹൈക്കോടതിയുടെ കൂടി അനുമതിയോടുകൂടി മാത്രമേ ഉദ്യോഗസ്ഥർ അത്തരം ഒരു തീരുമാനമെടുക്കൂ. ഈ ഘട്ടത്തിൽ സാക്ഷികളാര്, പ്രതികളാര്, മാപ്പുസാക്ഷികളാര് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. നിലവിൽ FIRൽ 2 FIRകളിലായിട്ട് പ്രതി ചേർത്തിട്ടുള്ള ആൾക്കാർ അവരുടെ പങ്കാണ് വിശദമായി അന്വേഷിക്കുന്നത്. അതിന് കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് പങ്കാളിത്തമുണ്ടെങ്കിൽ പ്രതിപട്ടികയിലേക്ക് അവർ കൂടി വരും. അത് മാത്രമല്ല, ഇപ്പോൾ സാധാരണഗതിയിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു പക്ഷേ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഉദ്യോഗസ്ഥരിൽ തന്നെ ചിലപ്പോൾ ആൾക്കാർ മാപ്പുസാക്ഷികളായി മാറാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചാർജ് ഷീറ്റ് എങ്ങനെയാണ്? കാരണം ഇത് എന്താണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഈ സ്വർണം എന്തു ചെയ്തു എന്നുള്ള കാര്യത്തിൽ, അത് ഉരുക്കി വിറ്റതാണോ, അത് മറിച്ചു വിറ്റതാണോ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ആ വ്യക്തത കണ്ടെത്തി ആ സ്വർണം അത് ഉരുക്കിയാലും വിറ്റാലും അതല്ല മറിച്ചു വിറ്റാലും ഒക്കെ അത് വീണ്ടെടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൂടി അതിലേക്ക് കൂടി എത്തുമ്പോഴേ അന്വേഷണം പൂർത്തിയാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇതിനകത്തെ ചാർജ് ഷീറ്റിലേക്ക് വരുന്ന പ്രതികൾ ആരൊക്കെയാണ്, സാക്ഷികൾ ആരൊക്കെയാണ് എന്നുള്ള ഘട്ടമെത്തൂ. മാത്രമല്ല, ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കട്ടളപ്പാളി കേസിലാണ്. ഇനി പത്മകുമാറിന്റെ ദ്വാരപാലക പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കൊള്ള, അതിലും പത്മകുമാറിന്റെ പങ്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടത്തണം. അതിന് ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കാരണം ദ്വാരപാലക പാളികൾ ഇളക്കിയ നടപടിയാണ് അവിടെ ആദ്യം നടന്നിരിക്കുന്നത്. അതേ മോഡസാണ് ദ്വാരപാലക പാളികളും എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ കട്ടളപ്പാളിയും വാതിലും ചെയ്ത ശേഷം ഉടൻ തന്നെ ദ്വാരപാലക പാളികൾ എടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നു. അത് പെട്ടെന്ന് തന്നെ അനുമതി ലഭിക്കുന്നു, കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിനും ആ ബോർഡ് തന്നെയാണ് അനുമതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവർ ഇത് എന്തൊക്കെ സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകാനുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതെങ്ങനെയാണ്, എപ്പോഴാണ്? അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ വീട്ടിൽ സ്ഥിരമായി വന്നിരുന്നു ആ കാലഘട്ടത്തിൽ എന്നുള്ള കാര്യം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീട് കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടത്തുന്നുണ്ടോ, മറ്റാരെങ്കിലും അതിനകത്തുണ്ടോ? ഇപ്പോൾ പുറത്തു നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, പത്മകുമാറുമായി പോറ്റിയുമായി ബന്ധമുള്ള ആൾക്കാർ, അത് വാതിലിന്റെയും കട്ടളയുടെയും ഒക്കെ സ്പോൺസർമാരായിട്ട് വന്ന പോറ്റിയുടെ സൗഹൃദ വലയത്തിലുള്ള ആൾക്കാർ, ചിലപ്പോൾ ആ ആൾക്കാർ കൂടി ഇതിനകത്ത് സാക്ഷിപ്പട്ടികയിലോ പ്രതിപട്ടികയിലോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നിലവിൽ അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഇതിനകത്തെ സാക്ഷികളും യഥാർത്ഥ പ്രതികളും ആരൊക്കെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തൂ. അത് ചാർജ് ഷീറ്റിന്റെ സമയത്തായിരിക്കും.